മക്കളെ, ഈ വർഷത്തെ LBS വഴിയുള്ള DPharm കോഴ്സുകളുടെയും ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സുകളുടെയും പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുടെയും ഒക്കെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് അവരുടെ അപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ID യും പാസ്വേഡും ഒക്കെ കൊടുത്തുകൊണ്ട് അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് അവർക്ക് വേണ്ട കോഴ്സുകളും വേണ്ട കോളേജുകളും ഓപ്ഷനായിട്ട് കൊടുക്കാം. ഇത് ഒക്ടോബർ 15 വൈകിട്ട് 5 മണി വരെ മാത്രമാണ് ഇതിനുള്ള സമയം ഉണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്ഷനുകൾ കൊടുക്കാത്ത ഒരാളെയും അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല. അപ്പോൾ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ സൈറ്റിൽ കയറി നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി നിങ്ങൾക്ക് വേണ്ട കോളേജും കോഴ്സും ഒക്കെ കൊടുക്കണം. അതുപോലെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് റൗണ്ടിൽ കൊടുക്കുന്ന ഓപ്ഷനുകൾ ഈ 3 അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയാണ്. ഇനി 3 അലോട്ട്മെൻറ്റ് ഇതുൾപ്പെടെ, ഈ ഒന്നാമത്തേത് ഉൾപ്പെടെ ടോട്ടൽ 3 അലോട്ട്മെൻറ്റ് ഉണ്ട്. ഈ 3 അലോട്ട്മെൻറ്റിനും കൂടെ ചേർത്ത് ഒറ്റ ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. ഇപ്പോൾ ഈ റൗണ്ടിൽ നിങ്ങൾ കൊടുക്കുന്ന കോളേജുകളും കോഴ്സുകളും മാത്രമേ മൂന്നാമത്തെ റൗണ്ട് വരെ പരിഗണിക്കൂ. അതുകൊണ്ട് പരമാവധി ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഒന്നാമത്തെ റൗണ്ടിന് ശേഷം രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് പുതിയ കോളേജ് കൊടുക്കണമെന്നോ കോഴ്സ് കൊടുക്കണമെന്നോ വിചാരിച്ചാൽ നടക്കൂല. അതുകൊണ്ട് മാക്സിമം ഓപ്ഷൻസ് ഇപ്പം തന്നെ കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കിട്ടിയാൽ പോകുമെന്നുള്ളതേ കൊടുക്കാവൂ. ഈ ആദ്യ റൗണ്ട് അലോട്ട്മെൻറ്റിന് ശേഷം ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാൻ മാത്രമേ ഇനി സമ്മതിക്കൂ. അതായത് നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻ ഒഴിവാക്കാനും നിങ്ങൾക്ക് ഓപ്ഷൻസിൻ്റെ ഓർഡർ മാറ്റാനും മാത്രമേ പറ്റൂ. പുതിയ ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. ഇനി എപ്പോൾ കൊടുക്കാൻ പറ്റും? പുതിയ കോളേജുകൾ വരുന്ന മുറയ്ക്ക് മാത്രം ഓപ്ഷൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ വരാത്ത കോളേജുകൾ പിന്നീട് വന്നാൽ അത് മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ കോളേജ് വന്നു എന്നുള്ളത് ചോദിച്ചാൽ, ഇപ്പോൾ അഫിലിയേഷൻ കിട്ടിയ, അപ്രൂവൽ കിട്ടിയ കോളേജുകളുടെ ലിസ്റ്റ് LBSൻ്റെ സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് കിട്ടും. ഞാൻ അതേ ഫയൽ PDF അങ്ങനെ തന്നെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിസ്റ്റ് നോക്കിയാൽ കാണാം. അതിൽ കോളേജുകളും കോഴ്സുകളും കാണാം. അതൊക്കെ ഇപ്പം കൊടുത്താലേ നിങ്ങളെ അടുത്ത റൗണ്ടുകളിലും അത് പരിഗണിക്കും. ഇപ്പോൾ ഈ റൗണ്ടിൽ കിട്ടിയില്ലെങ്കിൽ പോലും അടുത്ത റൗണ്ടിൽ പരിഗണിക്കണമെങ്കിലും ഓപ്ഷൻ കൊടുക്കണം. അതേപോലെ ഈ റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലും ഒക്കെ മാക്സിമം ഓപ്ഷൻ ഈ റൗണ്ടിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത റൗണ്ടിൽ പുതിയതായിട്ട് ഇപ്പം വന്നിരിക്കുന്ന ഒരു കോളേജും കൊടുക്കാൻ പറ്റില്ല. പുതിയത് വന്നാലേ ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ആ PDF അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ PDF നോക്കാം. ഇല്ലെങ്കിൽ LBSൻ്റെ സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് അലോട്ടഡ് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് കോളേജ്, അത് അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താലും കാണാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.